വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ആൻഡ് ഡു കമന്റ് ബിലോ. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവിടെ ജപ്പാനിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നല്ലൊരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗേൾസിനും ബോയ്സിനും എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി. അതേപോലെ തന്നെ അവരുടെ കരിക്കുലം വെസ്റ്റേൺ മോഡൽസ് എന്ത് ചെയ്തു? വെസ്റ്റേൺ മോഡൽസ് വാസ് ഡെവലപ്ഡ്. അതേപോലെ തന്നെ ലോയാലിറ്റി ഓഫ് ദ കൺട്രിക്കും സ്റ്റഡി ഓഫ് ജപ്പാനീസ് ഹിസ്റ്ററിക്കും ആണ് അവരുടെ സിലബസിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്തത്. അതായത് രാജ്യത്തിനോട് ഒരു കൂറ് കാണിക്കുക, അതേപോലെ ഹിസ്റ്ററി, ജപ്പാന്റെ ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതൊക്കെ. അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുവാണെങ്കിലും ചിൽഡ്രൻസ് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം, രാജ്യത്തിനോട് ഒരു കൂറുണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതാ ഇവിടെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി അടുത്തത് അതേപോലെ തന്നെ പഠിക്കേണ്ടതാണ്. ജാപ്പനിൽ നമുക്കറിയാലോ ഒരുപാട് ദ്വീപുകൾ ഉണ്ടെന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മാപ്പായിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൊക്കൈഡോ, ഹോൻഷു, ഷിക്കോക്കു, ക്യൂഷു. ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഹൊക്കൈഡോ, ഹോൻഷു, ഷിക്കോക്കു, ക്യൂഷു. ഹൊക്കൈഡോ, ഹോൻഷു, ഷിക്കോക്കു, ക്യൂഷു ആണ് മേജർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ജപ്പാൻ? ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തിക വികസനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എഴുതുക. ആരുടെ? ജപ്പാൻ്റെത് കേട്ടോ. ഒന്നാമത്തത് നമുക്ക് എന്ത് ചെയ്താം? റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു 1870-72 പീരീഡില്. ടോക്കിയോ ആൻഡ് പോർട്ട് ഓഫ് യോക്കോഹാമയുടെ ബിറ്റ്വീൻ ആയിട്ടാണ്, അതിനെ കണക്ട് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ വീവിംഗ് മെഷീൻസ് ഒക്കെ അല്ലെ, യൂറോപ്പിൽ നിന്ന് നെയ്ത്ത് യന്ത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജപ്പാനിലേക്ക്. തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയമിച്ചിട്ടുണ്ട്. ഫോറിൻ ടെക്നീഷ്യൻസിനെ അവർ എന്തിനു വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തു? അവിടെയുള്ള വർക്കേഴ്സിനെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തു. പിന്നെ ഒന്നുകൂടെ നോക്കണം, ജാപ്പനീസ് സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പുറം രാജ്യങ്ങളിലേക്ക് അല്ലെ, വിദേശത്തേക്ക് പഠനത്തിനായിട്ട്, വിദ്യാഭ്യാസത്തിനായിട്ട് അയച്ചിട്ടുമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഷിൻടോയിസം ടോപ്പിക് കൂടെ നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.